2024-25 പുതിയ സിലബസ് പ്രകാരമുള്ള 5ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രവർത്തനം 1. ഒരു സെൻറ്റിമീറ്റർ വശമുള്ള ഏതാനും സമചതുരങ്ങൾ നിരത്തിയിട്ടുള്ള ഒരു ചതുരമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഒരു സെൻറ്റിമീറ്റർ വശമുള്ള ഏതാനും സമചതുരങ്ങൾ നിരത്തിയിട്ടുള്ള ഒരു ചതുരം. ക്വസ്റ്റ്യൻ എ. ഈ ചതുരത്തിനുള്ളിൽ ഇതുപോലെ ഒരു സെൻറ്റിമീറ്റർ വശമുള്ള ആകെ എത്ര സമചതുരങ്ങൾ നിരത്താം? ഈ ചതുരത്തിനുള്ളിൽ ഇതുപോലെ ഒരു സെൻറ്റിമീറ്റർ ഇതേപോലെ എത്ര എണ്ണം നിരത്താം, എത്ര സമചതുരങ്ങൾ നിരത്താം? ഇതുപോലത്തെ ഇവിടേക്ക് 2 ഇങ്ങനെ ഇവിടേക്ക് എത്ര എണ്ണം നിരത്താം? ഇവിടേക്ക് 4 എണ്ണം നിരത്താം. ഇതേപോലെ 1 2 3 4 എണ്ണം നിരത്താം. ഇവിടേക്ക് 4 എണ്ണം. അതുപോലെ ഇവിടേക്ക് എത്ര എണ്ണം ഉണ്ടാവില്ല? ഇതേപോലത്തെ സമചതുരം ഇതിൻ്റെ അതേ അളവിൽ ഇങ്ങോട്ട് വരക്കുക അപ്പോൾ ഈ സൈഡിൽ 1 2 3 4 5 5 എണ്ണം നിരത്താം. ഇവിടെ 5 എണ്ണം, ഇതേപോലത്തെ 4 എണ്ണം കൂടിയില്ലേ, അങ്ങനെ 5 എണ്ണം. ഇവിടെ അതുപോലെ 3 എണ്ണം കൂടി, ഇവിടെ ഉള്ള 4 എണ്ണം നിരത്താം. അപ്പോൾ ഒരു വരിയിൽ 4 സമചതുരങ്ങൾ നിരത്താം, ഒരു നിരയിൽ 5 സമചതുരങ്ങൾ നിരത്താം. ആകെ സമചതുരങ്ങൾ എത്രയാണ്? 4 × 5 ഇങ്ങോട്ട് 4 ഇങ്ങോട്ട് 5. അപ്പോൾ 4 × 5 4 5 20 ടോട്ടൽ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് 20 ഇവിടേക്ക് 5 എണ്ണം, അതുപോലെ ഇവിടെ താഴേക്കുണ്ടല്ലേ, ഓരോ കള്ളിയിലും ഉണ്ട് 5 എണ്ണം അങ്ങനെ ഇങ്ങോട്ട് 4 എണ്ണം വീതമുള്ള 5 എണ്ണം ഇങ്ങോട്ടുണ്ടല്ലേ. അപ്പോൾ 4 എണ്ണം വീതമുള്ള 5 കള്ളികളുണ്ടല്ലേ, ഇവിടെ 5 കള്ളികളാണല്ലേ, 4 എണ്ണം വീതാക്കാം ഇങ്ങോട്ട് അല്ലേ. 4 എണ്ണം വീതമുള്ള 5 കള്ളികളില്ലേ, മൊത്തം 4 × 5 20 കള്ളികളിൽ 20 സമചതുരങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നിറക്കാം. ബി ക്വസ്റ്റ്യൻ. ചതുരത്തിൻ്റെ പരപ്പളവ് എന്ത്? പരപ്പളവാണ്, ചുറ്റളവാണ് ചുറ്റുമുള്ള അളവ്, പരപ്പളവ് ഉള്ളിലുള്ള അളവാണല്ലേ. ഉള്ളിലുള്ള അളവ് കാണാൻ എന്താണ്? നീളം ഇൻറ്റു വീതി. നീളം എത്രയാണ്? 5 × 4 നീളവും വീതി എത്രയാണ്? 4 5 അല്ലേ, ഇതിൻ്റെ വീതിയും നീളവും 4 × 5. പരപ്പളവ് 4 × 5 20 ചതുരശ്ര സെൻറ്റിമീറ്റർ. ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം എത്ര? വശങ്ങളുടെ നീളം എത്രയാണ്? 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ഒരു വശം 5 സെൻറ്റിമീറ്ററാണ്, ഒരു വശം 2 വശങ്ങളുണ്ട്, ഒരു വശം എന്താണ്? 4 സെൻറ്റിമീറ്ററുമാണ്. ഇനി എന്താണ് ഡി ക്വസ്റ്റ്യൻ. ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ത്? ചുറ്റളവ് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാണ് അല്ലേ. ഇവിടെ 4 ആണെങ്കിൽ ഈ സൈഡും എതിർവശവും 4 ആയിരിക്കും, ഇവിടെ 5 ആണെങ്കിൽ എതിർവശവും 5 ആയിരിക്കും. ഇതൊരു ചതുരമാണ് അല്ലേ. അപ്പോൾ ഈ ചതുരത്തിൻ്റെ എതിർവശങ്ങളില്ലേ, അപ്പോൾ 5 5 10, ദെൻ 4 4 എത്രയാണ്? 8 അല്ലേ. 10 8 18 18 സെൻറ്റിമീറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 2 പ്രാവശ്യം 5 2 പ്രാവശ്യം 2 × 5 2 × 4 2 × 4 10 + 8 18. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 2. പ്രവർത്തനം 2. 3624 എന്ന സംഖ്യയെ ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ഉള്ള മിച്ചം കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 10 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്ര? 10 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ്? അവസാനത്തെ ഈ സംഖ്യ 0 ആണെങ്കിൽ മാത്രമാണ് മിച്ചം 0 വരിക അല്ലേ. ഇവിടെ അവസാനത്തെ സംഖ്യ 4 ആണ്, അതുകൊണ്ട് തന്നെ മിച്ചം എന്താണ്? 4 ആണ്. അവസാനത്തെ ഈ അക്കമാണ് മിച്ചമായി വരിക അല്ലേ. 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഓരോ സംഖ്യക്കും വ്യത്യാസമാണ്. 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്താണ്? ഈ അവസാനത്തെ ആ സംഖ്യയാണ് നോക്കേണ്ടത്. അപ്പോൾ മിച്ചമായിട്ട് വരുന്നത് ഈ അവസാനത്തെ സംഖ്യ 4 ആയിരിക്കും അല്ലേ, 10 കൊണ്ട് ഹരിക്കുമ്പോൾ. അതായത് 20 എന്നുള്ള സംഖ്യ എന്താണ്? 10 കൊണ്ട് നമുക്ക് ഹരിക്കാം പൂർണ്ണമായിട്ട് ഹരിക്കാം. 20 എത്ര 10 ഉള്ളത്? 2 10 20 ലാസ്റ്റ് 0 വരികയാണല്ലേ. 0 കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഏതാണ്? 4 ആണ് ബാക്കിയുള്ളത്, അതാണ് മിച്ചം. ഇനി 5 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്ര? 5 കൊണ്ട് ഹരിച്ചാലും അതേപോലെ തന്നെ 10 പോലെ തന്നെ 5 കൊണ്ട് ഹരിക്കണമെങ്കിൽ, മിച്ചം ഇല്ലാതിരിക്കണമെങ്കിൽ എന്താണ്? ലാസ്റ്റത്തത് 0 5 5ൻ്റെ ഗുണനപ്പട്ടികയിലുള്ള സംഖ്യ എന്ന് പറയുന്നത് അവസാനം 0 5 1 5 5 2 5 10 15 20 അവസാനത്തുള്ള സംഖ്യകളൊക്കെ 0 5 0 5 0 5 ആവണം പൂർണ്ണമായിട്ട് നമുക്ക് ഹരിച്ചാൽ 0 കിട്ടണമെങ്കിൽ. അപ്പോൾ ഇവിടെ എന്താണ്? 20 20 ആണെങ്കിൽ 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാമായിരുന്നു. ബാക്കിയുള്ള ഈ 4 ആണ് മിച്ചം വരിക, അതായത് അവസാനത്തെ ഈ സംഖ്യ. 25 ആണെങ്കിൽ നമുക്ക് മിച്ചം ഉണ്ടാവില്ല. 20 ആണെങ്കിലും മിച്ചം ഉണ്ടാവില്ല അവസാനത്തെ നമ്പർ 0 5 ആണെങ്കിലും മിച്ചം ഉണ്ടാവില്ല. 4 ആയതുകൊണ്ട് 5നേക്കാൾ ചെറിയ സംഖ്യ ആയതുകൊണ്ട് തന്നെ നമുക്ക് മിച്ചം 4 എന്ന് പറയാം. ഇവിടെ 6 ആയിരുന്നെങ്കിൽ മിച്ചം എന്തായിരിക്കും? 1 ആണല്ലേ, 1 വരിക അതായത് 5 കഴിഞ്ഞിട്ട് ഒരു സംഖ്യയല്ലേ ഉള്ളത്. ഈ സി ക്വസ്റ്റ്യൻ. 2 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്ര? 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത്? അവസാനത്തെ സംഖ്യ ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ? ഇരട്ട സംഖ്യയാണെങ്കിൽ മിച്ചം 0 ആയിരിക്കും അവസാനത്തെ സംഖ്യ 2 4 6 8 അങ്ങനെ 2 ഇടവിട്ടുള്ള 2 4 6 8 10 12 അങ്ങനെയുള്ളതാണ് ഇരട്ട സംഖ്യകൾ അപ്പോൾ ഇരട്ട സംഖ്യയാണ് 4 എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ മിച്ചം 0 ആയിരിക്കും. ഈ ഡി ക്വസ്റ്റ്യൻ. 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്ര? 4 കൊണ്ട് ഹരിച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവസാനത്തെ 2 സംഖ്യകളാണ് എടുക്കേണ്ടത് 2 കൊണ്ടൊക്കെ നമ്മൾ അവസാനത്തെ ഒരു നമ്പറാണ് എടുത്തത്. ഇനി 4 കൊണ്ട് ഹരിച്ചാൽ എന്ന് പറയുമ്പോൾ അവസാനത്തെ ഈ 2 നമ്പർ 24 4ൻ്റെ ഗുണനപ്പട്ടികയിലുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. 24 4ൻ്റെ ഗുണനപ്പട്ടികയിലുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് മിച്ചം 0 ആണെന്ന് എഴുതാം. 24നെ നമുക്ക് 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാം. 24/4 എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുന്നതാണ്, അതുകൊണ്ട് തന്നെ മിച്ചം 0 ആണ്. 24 4ൻ്റെ ഗുണനപ്പട്ടികയിലുണ്ടോ? 6 4 24 24 ഉണ്ട് അതുകൊണ്ട് തന്നെ എന്താണ്? മിച്ചം 0 ആണ്. ഈ ക്വസ്റ്റ്യൻ. 100 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്ര?
അപ്പോൾ 100 കൊണ്ട് പൂർണ്ണമായി ഹരിക്കണമെങ്കിൽ അവസാനത്തെ സംഖ്യ അല്ലേ 0 ആയിരിക്കണം അല്ലേ. 10 കൊണ്ടും 100 കൊണ്ടും അല്ലേ 5 കൊണ്ടൊക്കെ അവസാനത്തെ സംഖ്യ 0 ആണെങ്കിൽ നമുക്ക് മിച്ചം 0 ആയിരിക്കും അല്ലേ. 5 കൊണ്ട് ഹരിക്കുമ്പോൾ അവസാനത്തെ സംഖ്യ 0 5 ആയിരിക്കണം. 10ഉം 100ഉം ഒക്കെ ആണെങ്കിൽ എന്താണ് 100 1000 അതൊക്കെ എന്താണ് അവസാനത്തെ സംഖ്യ 0 ആണെങ്കിൽ നമുക്ക് മിച്ചം 0 എന്ന് വരും. ഇവിടെ അവസാനത്തെ സംഖ്യ 4 ആണ് അല്ലേ. അപ്പോൾ 10 കൊണ്ട് ഹരിച്ചാൽ അവസാനത്തെ സംഖ്യ അല്ലേ, അവസാനത്തെ ഒരു സംഖ്യയാണ് നമ്മൾ എടുക്കേണ്ടത്, അതാണ് മിച്ചം അല്ലേ. 100 കൊണ്ട് പറയുമ്പോൾ ഒരു 0 കൂടില്ല, അപ്പോൾ അവസാനത്തെ 2 സംഖ്യ ഉണ്ടാവില്ല, ഇതാണ് മിച്ചമായിട്ട് വരിക. 24 ആണ് മിച്ചം. അപ്പോൾ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് അവസാനത്തെ സംഖ്യ അല്ലേ ആ ഒരു സംഖ്യ മിച്ചമെന്ന് എഴുതാം. 100 കൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവസാനത്തെ 2 സംഖ്യ അല്ലേ, ഏതാണ് ഈ അവസാനത്തെ 2 ലെറ്റർ അല്ലേ 24 അല്ലേ, ആ 24 ആയിരിക്കും മിച്ചം എന്ന് പറയുന്നത് അല്ലേ. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് കുറേ പ്രോബ്ലംസ് ഇതിൻ്റെ ചാപ്റ്ററിലല്ലേ നമ്പർ റിലേഷൻസ് സംഖ്യാബന്ധങ്ങൾ എന്നുള്ള പാഠത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരുപാട് കമൻറ്റ്സ് വന്നതുമാണ് അതിൽ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്. എല്ലാ സംഖ്യ കൊണ്ടും ഹരിക്കുമ്പോൾ അല്ലേ കുറേ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ക്ലാസ് 5 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ ഈ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി പ്രവർത്തനം 3. പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്ററും ചുറ്റളവ് 14 സെൻറ്റിമീറ്ററും ആയ ചതുരം വരക്കുക. പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്ററും ചുറ്റളവ് 14 അല്ലേ. ചുറ്റളവ് 14 ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാണ് അല്ലേ, അതായത് 2 × L+B അല്ലേ. അപ്പോൾ പരപ്പളവ് എന്ന് പറയുമ്പോൾ എന്താണ് വശങ്ങളുടെ ഗുണനഫലമാണ്. ചുറ്റളവ് എന്ന് പറയുമ്പോൾ വശങ്ങളുടെ തുകയാണ് അല്ലേ. വശങ്ങളുടെ തുക എന്ന് പറയുന്നത് ചുറ്റളവിൻ്റെ പകുതിയായിരിക്കും അല്ലേ. ചുറ്റളവ് 14 അതിൻ്റെ പകുതി അല്ലേ /2 എന്ന് പറയും. 14/2 A ആണല്ലേ 7 ആണ്. അതാണ് വശങ്ങളുടെ തുക എന്ന് പറയുന്നത്. ഇവിടെ 12 വശങ്ങളുടെ ഗുണനഫലമാണ് 12 എന്ന് പറയുന്നത് അല്ലേ. വശങ്ങളുടെ ഗുണനഫലം അല്ലേ, അതായത് 2 സംഖ്യകൾ ഗുണിച്ചാൽ നമുക്ക് 12 കിട്ടണം, 2 സംഖ്യകൾ കൂട്ടിയാൽ Aയും കിട്ടണം അല്ലേ, 7ഉം കിട്ടുന്ന 2 സംഖ്യകൾ അതായിരിക്കും എന്ത് ആ ചതുരത്തിൻ്റെ വശങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അതായത് അങ്ങനെ ഒരു ചതുരം വരക്കണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, ആ ചതുരത്തിൻ്റെ വശങ്ങൾ കിട്ടണം അല്ലേ. ഇവിടെ ചുറ്റളവും പരപ്പളവുമാണ് തന്നിട്ടുള്ളത്. പരപ്പളവിൽ നിന്ന് നമുക്ക് എങ്ങനെ വശങ്ങൾ കണ്ടുപിടിക്കാം അല്ലേ. പരപ്പളവ് എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ ഗുണനഫലമാണ് അല്ലേ, നീളം ഇൻറ്റു വീതിയാണ് പരപ്പളവ് അല്ലേ. അതായത് 2 സംഖ്യകൾ ഗുണിക്കുമ്പോൾ 12 കിട്ടുന്ന 2 സംഖ്യ, അതായത് 4ഉം 3ഉം 4 × 3 അല്ലേ 12. 4 3 എന്ന് പറഞ്ഞാൽ 2 വശങ്ങൾ ഗുണിക്കുമ്പോഴല്ലേ 12 കിട്ടുക അല്ലേ. 4 3 ആണ് 12. അതുപോലെ 2 സംഖ്യകൾ കൂട്ടുക അല്ലേ. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവ് കൂട്ടുന്നതാണ് അല്ലേ. അപ്പോൾ ചുറ്റുമുള്ള അളവുകളില്ലേ 4 + 3 4 + 3 എന്താണ് A അല്ലേ. 4 3 കൂട്ടിയാലല്ലേ, അതായത് ഇത് വശങ്ങളുടെ തുക A ആയിട്ടുള്ള 2 നമ്പർ അല്ലേ. വശങ്ങളുടെ ഗുണനഫലം 12 ആയിട്ടുള്ള 2 നമ്പർ, അതെന്ന് പറഞ്ഞാൽ 4 × 3 ചെയ്താൽ 12 കിട്ടും, 4 + 3 ചെയ്താൽ നമുക്ക് A എന്ന് കിട്ടും. അപ്പോൾ ഒരു വശം 4ഉം ഒരു വശം 3ഉം ഉള്ള ഒരു ചതുരം നിങ്ങൾ അളന്ന് നോക്കിയിട്ട് സ്കെയിലിൽ അളന്നിട്ട് വരക്കുക. അതായത് ഏത് സംഖ്യ ചോദിച്ചാലല്ലേ, പരപ്പളവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗുണനഫലമാണ് അല്ലേ. അപ്പം 2 സംഖ്യകൾ ഗുണിച്ചാൽ നമുക്ക് 12 കിട്ടുന്ന 2 സംഖ്യകളാണ് നമ്മൾ എടുക്കേണ്ടത്. ചുറ്റളവ് എന്ന് പറയുന്നത് 14 ആണ് അല്ലേ, അതിൻ്റെ /2 അല്ലേ. 14/2 എടുക്കുമ്പോഴാണ് നമുക്ക് വശങ്ങളുടെ തുക കിട്ടുന്നത്. വശങ്ങളുടെ തുക കിട്ടാൻ പരപ്പളവിൻ്റെ പകുതി എടുക്കുക അല്ലേ. ഈ 14ൻ്റെ പകുതിയായിട്ടുള്ള ഈ A അല്ലേ, ഈ 7 എന്ന് പറയുന്നത് ഏത് 2 സംഖ്യകൾ കൂട്ടുമ്പോഴാണ് A കിട്ടുക അല്ലേ. ആ സംഖ്യകൾ ഗുണിക്കുമ്പോൾ 12ഉം കിട്ടണം അല്ലേ. അങ്ങനെ ഒരു സംഖ്യ 4ഉം 3ഉം ആണ്. അപ്പോൾ 4 × 3 12 ആണ്, 4 + 3 A ആണ്. അപ്പോൾ വശങ്ങൾ ഏതായിരിക്കും 4ഉം 3ഉം ആയിട്ടുള്ള വശങ്ങളുള്ള ഒരു ചതുരം വരക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. ക്വസ്റ്റ്യൻ A. 125 × 8 1000 ആയാൽ 125 × 24 എത്ര? അപ്പോൾ 125 × 8 ഇവിടെ തന്നിട്ടുണ്ടല്ലേ. ഈ 24നെ നമുക്ക് 8ൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം അല്ലേ. 24 എന്ന് പറഞ്ഞാൽ 8 × 3 അല്ലേ, 1 8 2 8 16 3 8 24 അല്ലേ. അപ്പോൾ നമുക്ക് 24നെ ഒന്ന് മാറ്റി എഴുതാം, 8 × 3 എന്ന് എഴുതാം. ഈ 125 × 24 എത്ര എന്നാണ് ചോദിച്ചത്. അതിൽ 24നെ നമുക്കറിയുന്ന ഗുണിതങ്ങളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അല്ലെ, മുറിച്ചെഴുതുക. 24 എന്ന് പറഞ്ഞാൽ 8 × 3 ആണ് അല്ലേ. ചോദ്യത്തിൽ നമുക്ക് 125 × 8 1000 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 125 × 8 എന്താണ് 1000 ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇത് 1000 ആണ്. ഇനി × 3 ചെയ്താൽ പോരെ അല്ലേ. ഏതും എത്ര എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങളെന്താണ് ഈ 24നെ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ടേംസിൽ ഇവിടെ 8 ആണുള്ളത് അല്ലേ. അപ്പോൾ ആ 8ൻ്റെ ടേംസിൽ അല്ലേ 3 8 24 അങ്ങനെ നമ്മൾ മുറിച്ചിട്ട് എഴുതുക 24നെ. അപ്പോൾ ഇവിടെ 125 × 8 ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 1000 ആണെന്ന്. അപ്പോൾ ഇവിടെ 1000 ആണ് ഇത് × 3 അല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ 1000നെ 3 കൊണ്ട് ഗുണിച്ചാൽ പോരെ. 1000നെ 3 കൊണ്ട് ഗുണിക്കാൻ എന്താണ് എളുപ്പവഴി അല്ലേ. പൂജ്യങ്ങൾ വരുന്ന സംഖ്യയെ ഗുണിക്കാൻ എന്താണ് ഒരു എളുപ്പവഴി അല്ലേ. നമ്പേഴ്സ് അക്കങ്ങൾ തമ്മിൽ ഗുണിക്കുക അല്ലേ. 1 × 3 എന്താണ് 3 ആണ്. പിന്നെ എന്താണ് 3 പൂജ്യങ്ങളാണുള്ളത് അല്ലേ. അപ്പോൾ അതിട്ട് കൊടുക്കുക. അപ്പോൾ 3000 എന്ന് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി. ഇനി B ക്വസ്റ്റ്യൻ 900/3 300 ആയാൽ 900/15 എത്ര? 900/15 എത്ര എന്നാണ് ചോദിച്ചത് അല്ലേ. 15നെ നമുക്ക് 2 അക്കങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാം അല്ലേ. 15 എന്നാൽ 3 5 ആണ് 15 അല്ലേ. ഈ 900
ഹരിക്കണം 15നെ 3 ഇൻറ്റു 5 അല്ലേ, 3 5 15 അല്ലേ. രണ്ടക്കങ്ങളുടെ ഗുണനഫലമായിട്ട് മുറിച്ച് എഴുതുക നമ്മൾ അല്ലേ. എന്നിട്ട് ഒരു സംഖ്യ ആദ്യം, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള രണ്ട് സംഖ്യകൾക്ക് ഈ ഹരണം ബാധകമാണ്. 900 ഹരിക്കണം 3 ഉണ്ട്, 900 ഹരിക്കണം 5 ഉണ്ട്. അപ്പോൾ ഇവിടെ 900 ഹരിക്കണം 3 300 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗം 300 അല്ലേ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലേ. ഇത് 900 ഹരിക്കണം 3 300 അല്ലേ, ഈ ഭാഗം 300. ഇനി ബാക്കി എന്താണ്, ഈ ഹരിക്കണം എന്നുള്ളത് ബ്രാക്കറ്റിൻ്റെ ഉള്ള രണ്ട് സംഖ്യക്കും ബാധകമാണല്ലേ. 900 ഹരിക്കണം 3 നമ്മൾ ചെയ്ത് ആ ഉത്തരത്തിനെ ഹരിക്കണം 5 അല്ലേ. ആ ഉത്തരത്തിനെ പിന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും അല്ലേ. 30ൽ എത്ര 5 ഉണ്ട്, 6 5 30, പിന്നെ ഒരു 0 അല്ലേ ബാക്കിയുള്ളത്. അപ്പോൾ 300ൽ എത്ര 5 ഉള്ളത്, 60 5 ഉണ്ടാവുക. സി ക്വസ്റ്റ്യൻ 90 ബിസ്ക്കറ്റ് 15 കുട്ടികൾക്ക് വീതിക്കണം. വീതം ഒരുപോലെ ആകാൻ ഓരോരുത്തർക്കും എത്ര ബിസ്ക്കറ്റ് കൊടുക്കണം അല്ലേ. 90 ബിസ്ക്കറ്റ് നമ്മൾ എത്ര ആൾക്കാർ വീതിക്കേണ്ടത്, 15 ആളുകൾക്കാണ് വീതിക്കേണ്ടത് അല്ലേ. 90 ബിസ്ക്കറ്റ് 15 കുട്ടികൾക്കാണ് വീതിക്കേണ്ടത്. അതായത് 90 ഹരിക്കണം 15 അല്ല. എത്ര ബിസ്ക്കറ്റ് ഉണ്ട്, ആകെ ബിസ്ക്കറ്റ് 90 ബിസ്ക്കറ്റാണ്, അത് മുകളിൽ എഴുതുക. എത്ര കുട്ടികൾക്ക് വീതിക്കണം അത് താഴെ എഴുതുക അല്ലേ. നമ്മൾ എന്ത് വീതിക്കാനുള്ളതും അല്ലേ, എത്ര കേക്ക് ഉണ്ട് ആ ടോട്ടൽ മുകളിൽ എഴുതുക. എത്ര കുട്ടികൾക്കാണോ വീതിക്കേണ്ടത് അത് താഴെ എഴുതുക. അതായത് 90/15. ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നവർക്ക് അതിൻ്റെ ഉത്തരം ഡയറക്റ്റായിട്ട് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 15നെ 2 ഗുണിതങ്ങളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇതിവിടെ ചെയ്തതുപോലെ തന്നെ അല്ലേ. അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം അല്ലേ. ഈ 15നെ നമുക്ക് എന്താണ് 3 ഇൻറ്റു 5 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. 2 ഗുണിതങ്ങളാക്കില്ലേ, 3 5 15 അല്ലേ. 3 ഇൻറ്റു 5 എന്ന് എഴുതാം അല്ലേ. ഈ 15നെ നമുക്ക് 3 5 15. അപ്പോൾ ആദ്യം നമുക്ക് 90/3 അല്ലേ. ആ കിട്ടിയ ഉത്തരത്തിനെ പിന്നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ ചെയ്തതുപോലെ തന്നെ ഈ ഹരിക്കണം എന്നുള്ളത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള 2 സംഖ്യകൾക്കും ബാധകമാണ്. അപ്പോൾ 90/3 എത്രയാണ്, 90ൽ എത്ര 3 ഉള്ളത്, 90 ഹരിക്കണം 3. 90ൽ എത്ര 3 ഉണ്ട്, 9ൽ എത്ര 3 ഉള്ളത്, 3 9. 9ൽ 3 9, പിന്നെ ഒരു 0 ഉള്ളത്, അതായത് 30 അല്ലേ. 30 3 90ലുള്ളത്. ആ കിട്ടിയ ഉത്തരത്തിനെ അല്ലേ, ആ കിട്ടിയ 30നെ പിന്നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് അതാണ് അല്ലേ. ആദ്യം 90നെ 3 കൊണ്ട് ഹരിക്കുക. ആ കിട്ടിയ ഉത്തരത്തിനെ പിന്നെ 5 കൊണ്ടും ഹരിക്കണം അല്ലേ. ഈ ഹരണം എന്നുള്ളത് ഈ 3നും 5നും ബാധകമാണ്. ആദ്യം നമ്മൾ 3 കൊണ്ട് ഹരിക്കുക, എന്നിട്ട് ആ കിട്ടിയ ഉത്തരത്തിനെ 5 കൊണ്ട് ഹരിക്കുക അല്ലേ. 30ൽ എത്ര 5 ഉള്ളത്, 6 5 അല്ലേ 30 എന്ന് പറയുന്നത് അല്ലേ. ഇതിൻ്റെ ഘടകങ്ങൾ കൊണ്ട് തുടർച്ചയായി ഹരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഘടകങ്ങളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അല്ലെ, ഘടകങ്ങളാക്കി മാറ്റിയിട്ട് എഴുതുക അല്ലെ. ഈ 15ൻ്റെ ഘടകങ്ങൾ അല്ലേ, 15 ഏതൊരു 2 സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് കിട്ടുന്നത്. 3 5 15 അല്ലേ, 3 5 15. അപ്പോൾ ആദ്യം നമ്മൾ 3 കൊണ്ട് ഹരിക്കുക, ആ കിട്ടിയ ഉത്തരത്തിനെ 5 കൊണ്ട് ഹരിക്കുക. ഇതുപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പാഠഭാഗം ഡിസ്കസ് ചെയ്തപ്പോൾ ചെയ്തതാണ്. അതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. പ്രവർത്തനം 5. ഒരു ഡെസ്കിൻ്റെ നീളം 1 മീറ്ററും 90 സെൻറ്റിമീറ്ററും ആണ് എങ്കിൽ ക്വസ്റ്റ്യനെ ഡെസ്കിൻ്റെ നീളം ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുക അല്ലേ. ഭിന്നസംഖ്യാ രൂപം എന്ന് പറഞ്ഞാൽ P/Q അല്ലേ, A/B അല്ലേ. അപ്പോൾ 90 എത്രയാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. 1 മീറ്റർ 90 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ മീറ്ററിലേക്കാക്കാൻ എന്താ ചെയ്യേണ്ടത്, 90/100 ആണ് അല്ലേ. ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 90 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്കാക്കാൻ എന്താണ് 90/100 അല്ലേ. അപ്പോൾ 1 90/100 അല്ലേ. 1 മീറ്ററും 90/100 അല്ലേ. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്കാക്കാൻ 90/100 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്തായി, മീറ്റർ ആയില്ലേ മൊത്തം. 1 മീറ്ററിലെ 1 90/100 മീറ്റർ എന്നായി. ഇനി ബി ക്വസ്റ്റ്യൻ, ഡെസ്കിൻ്റെ നീളം മീറ്റർ അളവിൽ എഴുതുക. ഡെസ്കിൻ്റെ നീളം മീറ്ററിൻ്റെ അളവിലല്ലേ. അതായത് 1 90/100 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ദശാംശ രൂപത്തിലല്ലേ, പോയിൻ്റ് ഇട്ടിട്ട് എഴുതാനാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ ചോദ്യത്തിൽ വിട്ടുപോയത് ഭിന്നസംഖ്യാ രൂപത്തിൽ ആദ്യം എഴുതി. ഇനി ചോദിക്കേണ്ടത് മീറ്ററിൽ തന്നെയാണ് അതുള്ളത്. ഇനി ഭിന്നസംഖ്യ അല്ലാതെ ദശാംശ രൂപത്തിൽ എഴുതാനാണ് സാധാരണ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവാറ് അല്ലേ. അല്ലെങ്കിൽ അത് മീറ്റർ അളവിൽ തന്നെയാണ്. അതായത് അത് ആ ബൈ എന്നുള്ളത് ഭിന്നസംഖ്യാ രൂപത്തിനെ മാറ്റി എഴുതാനാണ് പറഞ്ഞത്. 90/100 അല്ലേ. 90/100 എന്നുള്ളതിനെ നമ്മൾ ദശാംശ രൂപത്തിൽ എങ്ങനെയാണ് എഴുതുക, 1 90/100 എന്നുള്ളത് 1 കഴിഞ്ഞിട്ട് എത്രയാണ് 100 എന്ന് പറയുന്നത് 2 പൂജ്യങ്ങളാണുള്ളത് അല്ലേ. അപ്പം നമ്മൾ ഈ സംഖ്യകൾ എന്താണ്, 2 സംഖ്യകൾ കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ഇടേണ്ടത് അല്ലേ. മുകളിലുള്ള സംഖ്യ അല്ലേ 90ൻ്റെ അല്ലേ 2 അക്കങ്ങൾ കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടുക അല്ലേ. ഈ 100 പോക്കുക എന്ന് പറഞ്ഞാൽ 2 പൂജ്യങ്ങളുള്ള സംഖ്യയാണെങ്കിൽ 2 അക്കങ്ങൾ കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടുക അല്ലേ. 10 ആണെങ്കിൽ 1 അക്കം കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടുക. 1000 ആണെങ്കിൽ 3 അക്കങ്ങൾ കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടുക അല്ലേ. കുത്തിടേണ്ടത് ഈ പോയിൻ്റ് എത്ര പൂജ്യങ്ങളുണ്ടോ അത്രയും സ്ഥാനങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിൻ്റ് ഇടേണ്ടത് അല്ലേ. അപ്പോൾ ഡെസ്കിൻ്റെ നീളം മീറ്റർ അളവിൽ 1.90 മീറ്റർ എന്ന് എഴുതാം. ഇനി സി ക്വസ്റ്റ്യൻ, ഡെസ്കിൻ്റെ നീളം സെൻറ്റിമീറ്റർ അളവിൽ എഴുതുക.
സെൻറ്റിമീറ്റർ അളവിൽ എഴുതാൻ പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു മീറ്റർ എന്നുള്ളതിന് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെൻറ്റിമീറ്ററാണ്. ഒരു മീറ്ററിലെ നമ്മളെ സ്കെയിലിലുള്ള അളവ് അല്ലേ 10 സെൻറ്റിമീറ്ററിലെ 100 അങ്ങനത്തെ 100 സെൻറ്റിമീറ്റർ ആകുമ്പോഴാണ് നമ്മൾ ഒരു മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. CM അല്ലേ, ഞാൻ ഷോർട്ടാക്കിയതാണ് സെൻറ്റിമീറ്റർ, സെമി അല്ലേ. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ 90 സെൻറ്റിമീറ്റർ, 100ഉം 90ഉം കൂട്ടിയാൽ എത്രയാണ്? 190 സെൻറ്റിമീറ്റർ. ഇപ്പം 100ഉം 90ഉം അല്ലേ, 100 സെൻറ്റിമീറ്ററും 90 സെൻറ്റിമീറ്ററും കൂട്ടിയാൽ ടോട്ടൽ എത്രയാണ്? ആകെ എത്രയാണ്? 190 സെമി അല്ലേ, സെൻറ്റിമീറ്റർ. പ്രവർത്തനം 6. ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ ഘടകങ്ങൾ എഴുതിയിരിക്കുന്ന വരികളിൽ ഏതാനും അക്കങ്ങൾ വിട്ടുപോയിരിക്കുന്നു. വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക അല്ലേ. ഘടകങ്ങൾ ഫാക്ടേഴ്സ് ആക്കിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. അത് വിട്ടുപോയത് പൂരിപ്പിക്കാനാണ് പറഞ്ഞത്. ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ആ രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ ആ ഉത്തരം കിട്ടണം അല്ലേ. ഇവിടെ 420നെ A × 60 അല്ലേ, A × 60 ചെയ്താൽ 420 കിട്ടും. അത് രണ്ടും ഈ രണ്ട് സംഖ്യകൾ ഇതിൻ്റെ ഘടകങ്ങളാണ് അല്ലേ. ഇനി ഈ 60നെ അല്ലേ, 60ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ രണ്ട് സംഖ്യകൾ ഗുണിച്ചാലാണ് 60 കിട്ടുക അല്ലേ. ഇവിടെ A × എന്നുണ്ട്, 60നെ 6 × 10 ചെയ്യുമ്പോഴാണ് നമുക്ക് 60 കിട്ടുക അല്ലേ. 6 × 10 എന്താണ്? 60 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 6ഉം 10ഉമാണ് 60ൻ്റെ ഘടകങ്ങൾ. ഇനി എന്താണ്? ഇവിടെ A ഉണ്ട്. ഈ 6ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ രണ്ട് സംഖ്യകൾ ഗുണിച്ചാലാണ് നമുക്ക് 6 കിട്ടുക? 3 2 6 അല്ലേ. 2 × 3 6 അല്ലേ. അതിൻ്റെ ഘടകങ്ങളാക്കിയിട്ട് എഴുതുക. ഇനി നെക്സ്റ്റ് ഇവിടെ 10ൻ്റെ ഘടകങ്ങളിലെ ഏതൊക്കെ രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് 10 കിട്ടുക? 2 5 10 അല്ലേ. 2 × 5 10. ഓരോ ഘടകങ്ങളാക്കിയിട്ട് ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതിയതാണ്. 420നെ A × 60 എന്ന് എഴുതാം, അല്ലെങ്കിൽ A × 6 × 10 ചെയ്താലും നമുക്ക് 420 തന്നെയാണ് കിട്ടുക അല്ലേ. 60നെ 6 × 10 എന്ന് എഴുതി. 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതാം അല്ലേ. 10നെ എന്താണ്? 2 × 5 അല്ലേ. ഈ വിട്ട ഭാഗങ്ങൾ എഴുതിയാൽ മതി. ഇനി B ക്വസ്റ്റ്യൻ 105നെ 5 × 21 എന്ന് എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ 5 × 3 × എത്രയാണ്? 21 അല്ലേ. ഇവിടെ 5 അല്ലേ. 21നെ നമുക്ക് ഏതിൻ്റെ രണ്ട് ഗുണിതങ്ങളാക്കി എഴുതാം അല്ലേ. Aൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണന പട്ടികയിലല്ലേ 21 ഉള്ളത് അല്ലേ. 1 A 2 14 3 A ആണ് 21 അല്ലേ. 21നെ അതിൻ്റെ ഗുണിതങ്ങളാക്കിയിട്ട് ഏതൊക്കെ രണ്ട് സംഖ്യകൾ ഗുണിച്ചാലാണ് 21 കിട്ടുക, അതാണ് ഘടകങ്ങളാക്കി എഴുതുക എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് C ക്വസ്റ്റ്യൻ 420/105 അല്ലേ. അപ്പോൾ 420ൻ്റെ ഘടകങ്ങൾ ഫാക്ടേഴ്സ് മുകളിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതേപോലെ 105ൻ്റെയും ഘടകങ്ങളാക്കിയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. അതൊന്ന് നീറ്റാക്കി എഴുതിയതാണ് അല്ലേ. അപ്പോൾ ആ ഘടകങ്ങൾ നമ്മൾ കോമൺ ആയിട്ടുള്ള ഘടകങ്ങൾ കട്ട് ചെയ്താൽ നമുക്ക് 2 × 2 ബാക്കി ഉണ്ടാവുള്ളൂ. അതായത് 4 ആയിരിക്കും ആൻസർ. ഒന്ന് കാണിക്കാം അല്ലേ. 420 എന്നുള്ളതിനെ നമുക്ക് ഇവിടെ ഉള്ള ഈ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാം. എങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയില്ലേ. അത് 7 × 60 എഴുതി, 60നെ 6 × 10 എഴുതി, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ ലാസ്റ്റ് കിട്ടിയത് ഇങ്ങനെയാണല്ലേ. 420നെയാണ് ഇങ്ങനെ എഴുതിയത് അല്ലേ. 7 × 2 × 3 × 2 × 5 അല്ലേ, ഡിവൈഡഡ് ബൈ താഴെയുള്ള 105നെ ഇങ്ങനെ എഴുതാം അല്ലേ, ഫാക്ടേഴ്സ് ആക്കിയിട്ട് 5 × 3 × 7 എന്ന് എഴുതാം. ഇതിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിനൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. മുകളിലും 5 ഉണ്ട്, താഴെയും 5 ഉണ്ട്. മുകളിലും 3 ഉണ്ട്, താഴെയും 3 ഉണ്ട് അല്ലേ. മുകളിൽ 7, താഴെ ബാക്കി എത്രയുള്ളത്? 2 × 2 അല്ലുള്ളത്. ഇതാണ് 2 × 2 4 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. ബാക്കി 2 × 2 ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കോമൺ ഫാക്ടേഴ്സിനെ ക്യാൻസൽ ചെയ്യാം അല്ലേ, മുകളിലും താഴെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ 4 എന്ന് കിട്ടി. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. ഒരു വീട്ടിൽ 6 മാസ കാലയളവിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവാണ് ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. കറണ്ടിൻ്റെ വൈദ്യുതിയുടെ അളവാണല്ലേ ഓരോ മാസത്തെയും. മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉത്തരം കണ്ടെത്തുക. താഴെ ഉണ്ടാവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൻ്റെ ഉത്തരം മുകളിൽ നിന്ന് കണ്ടെത്തണം. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച മാസം ഏത്? ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കി എഴുതുക. ഏറ്റവും വലുത് ഇതിൽ ഏതാണ്? ഏപ്രിൽ മാസമാണ്. മാസം ഉണ്ടല്ലേ, ഏറ്റവും വലുത് ഇതല്ലേ ഏപ്രിൽ മാസമാണ്. 250 അല്ലേ. എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 250 എന്ന് നിങ്ങൾ എഴുതണം അല്ലേ, വൈദ്യുതിയുടെ അളവ്. അപ്പോൾ ഏത് മാസമാണ്? ഏപ്രിൽ മാസമാണ് ഏറ്റവും കൂടുതൽ. രണ്ടാമത്തെ ചോദ്യം ഏറ്റവും കുറവ് വൈദ്യുതി ഉപയോഗിച്ച മാസം. ഏറ്റവും കുറവ് ഉപയോഗിച്ചത് ഏതാണ്? ജൂണാണല്ലേ. ഏറ്റവും ചെറുത് എഴുതുക അല്ലേ. തുല്യ യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ച മാസങ്ങൾ തുല്യമായിട്ടുള്ളത് ഒരേപോലുള്ളത് അതേത് മാസങ്ങളാണ്? മാർച്ചും മെയ്യും ആണ് തുല്യമായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫെബ്രുവരി മാസത്തിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ് അല്ലേ. ഫെബ്രുവരി ഇതാണ് വൈദ്യുതിയുടെ അളവ് എന്ന് പറയുന്നത് ഈ സൈഡിലുള്ളതാണ്. അപ്പോൾ 150 ആണ് ഫെബ്രുവരി മാസത്തിൽ. എത്ര യൂണിറ്റ് ആണ് വൈദ്യുതിയുടെ അളവ്? നമ്മളെന്താണ് യൂണിറ്റിലാണ് പറയുന്നത്? 150 യൂണിറ്റ്. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ജനുവരി ജൂൺ എന്നീ മാസങ്ങളിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവിൻ്റെ വ്യത്യാസം അല്ലേ. ജനുവരിയും ഏതാണ് മാസം? ജൂണും. ജനുവരിയും ജൂണിൻ്റെ വ്യത്യാസം, വൈദ്യുതിയുടെ വ്യത്യാസമാണ് ചോദിച്ചത്. ജനുവരിയിൽ എത്രയാണ്? 100 ആണ്. അതുപോലെ എന്താണ്? ജൂണിൽ എത്രയാണ്? 50 ആണ് അല്ലേ. വ്യത്യാസം കാണാൻ അല്ലേ, ഡിഫറൻസ് ചോദിച്ചാൽ അത് മൈനസ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലേ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത് അല്ലേ. ജനുവരിയിലേത് 100ഉം ജൂണിലേത് ഏതാണ്? 50ഉം. അപ്പോൾ 100 - 50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 യൂണിറ്റ് ആണ്. അപ്പോൾ വ്യത്യാസം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ്? അത് മൈനസ് ചെയ്യുക അല്ലേ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി ആകെ തുക എത്രയെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടി കൂട്ടുക അല്ലേ. 100 + 50.
ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്ലാസ് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ളതിൽ ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ലഭിക്കുന്നതാണ്. ക്ലാസ് 5 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് മാത്സിൻ്റെ ചാപ്റ്റേഴ്സും ലഭിക്കുന്നതാണ്.